നിന്നെ കൊണ്ട് പെട്ടി ഒമ്പിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇതുകൊണ്ട് രക്ഷപ്പെടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിക്കുന്നത്. മനസ്സിലായോ? എടാ, ഇതുപോലെ പെട്ടി ചുമന്നും പോസ്റ്റ് ഒട്ടിച്ചൊക്കെ നടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. എനിക്കോ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമാ നടനായി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഗജകേസരി യോഗം. ആ പടമാണ് ഇവിടെ അടുത്ത തിയേറ്ററിൽ നമുക്ക് ഓപ്പോസിഷൻ കളിക്കാൻ പോകുന്നത്. കളിയാക്കിയോ കളിയാക്കിയോ, കൃഷ്ണക്കണിയാർ എഴുതിയ ജാതകവാ. ഏതാ പുതിയ പടം? ഇക്ലിയൂട്ടും പെണ്ണ്. മമ്മൂട്ടിയുണ്ടോ? മമ്മൂട്ടിയില്ല, കോടാലിയുണ്ട്. ഇക്ലിയൂട്ടും പെണ്ണിലല്ലേ മമ്മൂട്ടി. അങ്ങനെ കേക്കണ്ട. ഒന്ന് പോ ചേട്ടാ. അതെ, സെക്കൻഡ് ഷോ ഒരായിരിക്കുന്നത്. നിന്റെ പുതിയ ലൈൻ വല്ലതും തന്നെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ പടമായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. സംഗതി പെശകല്ലാണ്. അയ്യോ പാവം, എന്നോട് വലിയ ഇഷ്ടമാ. ഞാൻ വിളിച്ച പെണ്ണ് എന്തിനും തയ്യാറാ. പക്ഷെ നമുക്കും ഇല്ലേ പെങ്ങന്മാര്? പിന്നെ പിന്നെ നമ്മുടെ തടിയും നമ്മൾ നോക്കണമല്ലോ അല്ലേ? തിയേറ്റർ എത്താറായില്ലേ? നല്ല കനം അല്ലേ? ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട. എന്തെങ്കിലും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബാല്യം മുതൽക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നല്ലതാ. അതെ അതെ, തലയ്ക്കകത്തും പുറത്തും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതാ. നടക്ക്.